പൂവിളി പൂവിളി പൊന്നോണമായി. ശരിക്കും പറഞ്ഞാൽ ഓണം ഇപ്പം ഓർമ്മയുടെ ഉത്സവമാണ് ഓണം. അല്ലെങ്കിൽ ഇപ്പം ഓണാട്ടുകാരക്കാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഓർമ്മയുടെ ഉത്സവം മാത്രമല്ല. ഞാൻ അങ്ങനെ സമ്മതിച്ചു കൊടുക്കാനും ഞാൻ തയ്യാറല്ല. ഓണം എന്ന് പറയുന്നത് ശരിക്കും കൃഷിയുടെ ഒരു ഉൽപ്പന്നമാണ്, കൃഷിയുടെ ഒരു നന്മയാണ് ഓണം എന്ന് ഞാൻ പറയും. ബാക്കി അതിൻ്റെ കഥയും ഉപകഥകളും എല്ലാം നമ്മൾ മനുഷ്യൻ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഒരു മാന്ത്രിക സ്പർശമാണ്. പക്ഷേ അതിനപ്പുറത്ത് ഓണത്തിൻ്റെ ഏറ്റവും വലിയ നന്മയും അത് നമുക്ക് മുന്നോട്ട് വെക്കുന്ന ഉദാത്തമായ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഒന്ന് മണ്ണിലിറങ്ങും, എന്തെങ്കിലും ഒന്ന് നട്ട് നനച്ച് വളർത്തൂ എന്നുള്ള വലിയ ആഹ്വാനമാണ് ശരിക്കും ഓരോ ഓണവും നമുക്ക് മുന്നിൽ വയ്ക്കുന്ന മുദ്രാവാക്യം. അതാണ് അതിൻ്റെ സത്യം. ഇപ്പം ഞാനൊക്കെ അത് അനുഭവിച്ചറിഞ്ഞ് വളർന്ന ഒരാളാണ്. കാരണം ഓണത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് വെട്ടത്തക്കവണ്ണം വാഴ നടുക, ഓണത്തിന് വെട്ടത്തക്കവണ്ണം ഇത് ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിൽ ഉപ്പേരി ഉറക്കാൻ പാകത്തിൽ നേന്ത്രവാഴ നടുക, അതിന് ആ സമയത്ത് വെട്ടിയെടുക്കത്തക്കവണ്ണം പാളയംകുടം വാഴ നടുക, വെട്ടിച്ചേമ്പ് നടുക, അതുപോലെ തന്നെ ഒരു 25 മൂട് കപ്പ, നമ്മുടെ അവിടെ ഓണാട്ടുകാരെ ഭാഷയിൽ പറഞ്ഞാൽ ചീനി, മരച്ചീനി നിർത്തിയേക്കും, ഇത് ഓണത്തിനാണ്. അങ്ങനെ ഓരോന്നും ഓണം കണക്കാക്കി ഓരോ കാർഷിക വിളകളും നമ്മൾ കൃത്യമായി നിർത്തും. ഇത് ഓണത്തിനുള്ളതാണ്, ഇത് ഓണത്തിന് പൊതിഞ്ഞു കെട്ടി നിർത്തിയേക്കാണ്. അത് ഈ ഓണത്തെക്കുറിച്ചുള്ള ഓണം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മെനഞ്ഞെടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ കാർഷികോൽപ്പന്നങ്ങളിലൂടെ. മാത്രമല്ല ഇപ്പം നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ വിരിപ്പ് കൃഷിയുണ്ട്. ഇപ്പോൾ ഓണാട്ടുകാരിലെ ഏറ്റവും വലിയ പ്രത്യേകത അറിയാമല്ലോ, ഇപ്പം 2-3 തവണ കൃഷിയേറ്റുന്ന കണ്ടങ്ങളെയും വണ്ടും ഞണ്ടും തരമുട് കളിക്കുന്ന കച്ചങ്ങളെയും തണ്ടും കെട്ടി തരമുട് ചരിക്കുന്ന വള്ളങ്ങളെയും കണ്ടും കൊണ്ട പുഴകൾ തൻ തീരമാർഗേണ പോവുക. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ മയൂര സന്ദേശത്തിൽ ഓണാട്ടുകരയെ കൃത്യമായി വരച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് ഓണാട്ടുകര. അപ്പോൾ അവിടെ 2 പൂവ് നെല്ലും 1 പൂവ് എള്ളും കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളാണ് ഏറ്റവും കൂടുതൽ. അതാണ് അതിൻ്റെ ഓണാട്ടുകരയുടെ നന്മ എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ ഓണം വരുന്നു എന്ന് പറഞ്ഞാൽ ചുണ്ടുപഴുത്ത നെല്ലാണ് ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകം നമുക്ക്. അപ്പോൾ ഓണം പുന്നെല്ലിൻ്റെ ചോറുണ്ണുക, കൊച്ചുവിത്തിൻ്റെയും 20-ൻ്റെയും 19-ൻ്റെയും ഇതൊക്കെ പഴയ നാട്ടുവിത്തുകളാണ്. ഇതിൻ്റെ ചോറുണ്ണുക, അത് പുത്തരിച്ചോറുണ്ണുക എന്നുള്ളത് അതാണ് ദൂശനിലയിൽ വിളമ്പുന്നത് നമ്മൾ. അത് ഓണത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഈ കൊയ്തെടുത്ത നെല്ലാണ്. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ 1-ാം വിള നെല്ല് കൊയ്ത് നമ്മൾ അതിൻ്റെ വിളവെടുത്ത് ആ നെല്ല് കൊണ്ട് ആ നെല്ല് കുത്തി അത് പുഴുങ്ങി അരിയാക്കി അതാണ് നമുക്ക് ചോറായി മാറുന്നത്. അപ്പോൾ അവിടെ ഈ മണ്ണും മനുഷ്യനുമായിട്ടുള്ള ഏറ്റവും വലിയൊരു ബന്ധം, ഒരു നിദർശനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൃഷിയുടെ ഓരോ ഉൽപ്പന്നങ്ങളും എല്ലാ. അതുപോലെ തന്നെ ഇപ്പം എൻ്റെയൊക്കെ വീട്ടിൽ ഇപ്പം എൻ്റെ ഒരു ഇതൊന്നും എങ്ങൊന്നും കടമെടുത്ത അനുഭവമല്ല, ഇതെൻ്റെ ജീവിതാനുഭവമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ പാഠപുസ്തകമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓണക്കഥകളൊക്കെയും. അപ്പോൾ ഈ ഇപ്പം എല്ലാ മാസവും അല്ലെ ഓരോ ഒഴിക്കും നാളികേരം ഇടുമ്പോൾ കുറച്ച് നാളികേരം എടുത്ത് തട്ടുംപുറത്ത് ബാക്കി വെക്കും. ഇത് വിൽക്കാൻ വേണ്ടിയല്ല, ഇത് ഓണമാകുമ്പോൾ ഒരു ചിങ്ങമാസം ഒരു 10-ാം തീയതി ചിങ്ങം പിറന്നൊരു 10 ദിവസം കഴിയുമ്പോൾ ഈ നാളികേരം മുഴുവൻ തട്ടുംപുറത്തുനിന്ന് പെറുക്കും. നമ്മളാണ് കോവേണിയെ കൂടെ കയറി, ഞങ്ങൾ കുട്ടികളുടെ ജോലിയാണത്, അത് മുഴുക്കെ ഒരു കൊട്ടയിലാക്കി താഴോട്ട് കൊടുക്കുന്നത്. ഇത് മുഴുവൻ പൊതിച്ചിട്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ഇത് കൊപ്രയാക്കി ഇത് ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ. അപ്പോൾ നമ്മുടെ അവിടെ ഇന്നത്തെ പോലെ വലിയ മില്ലിലല്ലല്ലോ അത് കൊണ്ടുപോയി ആട്ടുന്നത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ മരച്ചക്കുണ്ട്. അപ്പോൾ ജോർജ് കുട്ടിച്ചാൻ്റെ മരച്ചക്കിലേക്ക് നമ്മൾ തന്നെയാണ് ഇത് കൊണ്ടുപോയി അവിടെ നാട്ടി വെളിച്ചെണ്ണയും പിണ്ണാക്കുമായിട്ടാണ് വരുന്നത്. പിണ്ണാക്ക് പശുവിന് നല്ല 1-ാം തരം ഭക്ഷണം, നമുക്ക് ഈ വെളിച്ചെണ്ണയുടെ ഒരു മണം അതൊക്കെ അതുപോലെ ആ പിണ്ണാക്ക് അതിൻ്റെ ആ സ്വാദോടുകൂടി ആ മരച്ചക്കിലാട്ടുന്ന പിണ്ണാക്കിൻ്റെ ഒരല്പം കഴിച്ചാൽ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അതിങ്ങനെ തൊണ്ടയ്ക്കുമെന്ന് ഇറങ്ങിപ്പോകുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇത് നമ്മൾ ഓണത്തിന് വേണ്ടി നമ്മൾ കരുതി വെച്ചിരിക്കുകയാണ്. അത് കൃത്യമായി ഓണസമയത്തെ അത് തട്ടുംപുറത്തുനിന്ന് പെറുക്കി താഴോട്ട് കൊണ്ടുവരത്തുള്ളൂ. അത് പൊതിക്കുന്നത് നമ്മൾ, അതിനെ ഉണക്കുന്നത് നമ്മൾ, അത് ചിരട്ടയിൽ നിന്ന് ഇളക്കി അവിടെ എല്ലാം നമ്മൾ കുട്ടികളുടെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമല്ല, അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമല്ല, എല്ലാവരും അതിൽ പങ്കാളിയാണ്. അവിടെ ഒരു ഒരുമയുടെ സംഗീതമുണ്ട്. അവിടെ ഒരു ജോലിക്ക് പുറത്തുനിന്ന് ഒരു ബംഗാളിയെ വിളിച്ചല്ല ഇത് ചെയ്യിച്ചിരുന്നത്. ഇവിടെ അതൊരു സകുടുംബ ഓണാഘോഷമാണ്, ഓണത്തിൻ്റെ ഒരുക്കമാണ്. പിന്നെ അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നെല്ല് പുഴുങ്ങുന്നത് തന്നെ. ഇപ്പോൾ ഓണത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വീടിൻ്റെ തെക്ക് വശത്ത് ഒരു വലിയ പുളിയുണ്ട്, ഒരു വലിയ പിഴുപുളി.
ആ പുളിയുടെ ചുവട്ടിലാണ് 3 കല്ലെടുത്ത് അതിൻ്റെ ചുവട്ടിലോട്ട് വെക്കുന്നു. നമ്മുടെ ചരിപ്പിനകത്തിരിക്കുന്ന വലിയ കുട്ടകം തേച്ച് കഴുകി വൃത്തിയാക്കി ആ പുളിയുടെ ചുവട്ടിലെ ആ അടുപ്പിലോട്ട് വെക്കുമ്പോൾ നമുക്കറിയാം ഓണം വന്നു. അവിടെ ഓണം വരികയാണ്. അതോടുകൂടി തണുങ്ങും കരിയിലയൊക്കെ ഇട്ട് അത് നന്നായിട്ട് 2 പ്രാവശ്യം തിളപ്പിച്ച് ഇരുപ്പുഴുക്കനായിട്ടാണ് അത് പുഴുകുന്നത്. ഈ ഒരു പുഴുക്കനായിട്ടും ഇരുപ്പുഴുക്കനായിട്ടും നെല്ല് പുഴുങ്ങാം. ഇരുപ്പുഴുക്കനായിട്ട് പുഴുകുമ്പോഴാണ് കുറച്ചുകൂടെ ഈ ചോറ് രുചിദായകമായി മാറുന്നത്. മാത്രമല്ല ആ നെല്ലൊന്നും നമ്മൾ മില്ലിൽ കൊണ്ടുപോയാൽ പോലും അത് വെളുപ്പിക്കത്തില്ലല്ലോ. അപ്പോൾ പ്രത്യേകം പറയും ഒട്ടും വെളുക്കരുത്. അന്നൊന്നും നമുക്കതിൻ്റെ ശാസ്ത്രീയത അറിയില്ല. ശരിക്കും പറഞ്ഞാൽ തവിടോടുകൂടിയാണ് അതെടുക്കുന്നത്. ആ പുന്നെല്ലിൻ്റെ ചോറ് ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. വീട്ടിൻ്റെ മുറ്റത്ത് ഈ 1-ാം വിള നെല്ല് കൊയ്ത് കളം കയറുക എന്ന് പറയുന്നത് ഓണം വന്നു എന്നുള്ളതിൻ്റെ ഒരു വിളിച്ചറിയിക്കലാണ്, ഒരു വിളിച്ചോതലാണത്. ഇതൊക്കെയാണ് ഓണത്തിൻ്റെ. പിന്നെ കൃഷിയിൽ നിന്ന് മാറി നമുക്ക് ഓണത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഒരു സാധനവും ഇപ്പം നമുക്കൊക്കെ അന്ന് ആക്ഷേപമാണ്. വെളിയിൽ പോയി ഒരു സാധനം ഓണത്തിന് പണം കൊടുത്ത് വാങ്ങുക എന്ന് പറയുന്നത് നമുക്കെന്തോ ഒരു കുറവാണത്, ഒരു ആക്ഷേപമാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്ന് തന്നെ കാണും. അതിനകത്ത് ഒരു സാധനവും അത്യാവശ്യം നമുക്ക് വല്ല സവാളയോ അന്നത്തെ കാലത്തൊന്നും അങ്ങനെയൊന്നുള്ള സാധനങ്ങൾ വാങ്ങാറില്ല. പക്ഷേ ബാക്കിയെല്ലാം നമ്മുടെ മണ്ണിൻ്റെയും നമ്മുടെ അധ്വാനത്തിൻ്റെയും നമ്മുടെ വിയർപ്പിൻ്റെയും ബാക്കിയാണ് അന്ന് ഓണം. അതാണ് ഒരു കാർഷിക സമ്പൽ സമൃദ്ധിയുടെ ഒരുപക്ഷെ ഏറ്റവും വലിയ നിറവായിരുന്നു നമുക്ക് ഓണം. അല്ലാതെ എങ്ങും കടം കൊള്ളുന്നതല്ലല്ലോ. അപ്പോൾ അതിന് ഒരു തനിമയുണ്ടായിരുന്നു, അതിന് നമ്മുടെ ഒരു ഹൃദയബന്ധം നമുക്കുണ്ടായിരുന്നു ആ ഓണവുമായി. അതൊന്നും ഒരിക്കലും തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു കാലത്ത് തിരിച്ചു വരണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞാനൊക്കെ അങ്ങനെ, എൻ്റെയൊക്കെ മനസ്സിൻ്റെ പ്രാർത്ഥന അതാണ്. അങ്ങനെ ഒരു കാലം തിരിച്ചു വരണേ, അങ്ങനെ ഒരു ഓണം തിരിച്ചു കിട്ടണേ. നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു കാലത്ത്, കുട്ടികളുടെ കുട്ടികൾക്കെങ്കിലും ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നൊന്ന് അനുഭവവേദ്യമാകണേ എന്നൊക്കെയുള്ളത് എൻ്റെ മനസ്സിൻ്റെ ഒരു വലിയ പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.